രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന കേരളത്തിലെ വാണിജ്യ നഗരം കൊച്ചി വികസന കുതിപ്പിൽ മുന്നേറുമ്പോഴും കൊച്ചിയുടെ വളർച്ചയ്ക്ക് ദിശാബോധമുണ്ടോ? ഉയർന്നു പൊങ്ങുന്ന കെട്ടിടങ്ങൾക്കിടയിൽ ഞെരിഞ്ഞു കഴിയുന്ന ജീവനുകളുമുണ്ട്. കൊച്ചിയുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ക്യാമറ തിരിക്കുകയാണ് മൈഫിൻ TV. സ്മാർട്ടാണോ കൊച്ചി? ചീനവല സംരക്ഷണത്തിനും മത്സ്യബന്ധനത്തിനും ഭീഷണിയായി പോളപ്പായൽ കൂട്ടം. കായലുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന പായലുകൾ മൂലം മത്സ്യബന്ധനം നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ്. പോളപ്പായൽ ശല്യം പരിഹരിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാണ് ഫോർട്ട് കൊച്ചിയിലെ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. പുലർച്ചെ 4 മുതൽ 8 വരെയും രാത്രിയുമാണ് ചീനവല മത്സ്യബന്ധനം ഏറെയും നടക്കുന്നത്. എന്നാൽ കായലുകളിൽ നിന്ന് അഴിമുഖത്തേക്ക് ഒഴുകിയെത്തുന്ന പായലുകൾ വലകളിൽ കുടുങ്ങുന്നത് മൂലം മത്സ്യബന്ധനം നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ്. പായൽ ശല്യം മൂലം കഴിഞ്ഞ കുറച്ച് ദിവസമായി മത്സ്യത്തൊഴിലാളികൾക്ക് വല വലിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല മത്സ്യസഞ്ചാരത്തിനും പ്രജനനത്തിനും ഇവ തടസ്സമുണ്ടാക്കുന്നുവെന്നും തൊഴിലാളികൾ പറയുന്നു. ഇത് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ കോർപ്പറേഷനിൽ അതിനുള്ള നടപടികളൊന്നും ഇന്ന് വരെ എടുത്തിട്ടില്ല, എടുക്കാനും പോകണമില്ല. ഇനി രണ്ടാമത്തത് സർക്കാർ എന്തെങ്കിലും ഇതിനകത്തൊരു പദ്ധതി കണ്ടെത്തിയെങ്കിൽ മാത്രമേ കോർപ്പറേഷന് ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇന്നുവരെയൊക്കെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാൻ പോകണമില്ല. ഒന്നാമത് കാരണം അന്നന്ന് കിട്ടി ജീവിക്കുന്ന തൊഴിലാളികളാണ് ഭൂരിപക്ഷം മത്സ്യത്തൊഴിലാളികൾ. പക്ഷേ അവർക്ക് ഇന്നിപ്പോൾ 2-3-4 ദിവസമായിട്ട് ഈ പായലിങ്ങനെ ഇറങ്ങിക്കുന്നതിൻ്റെ പേരിൽ യാതൊരു 100 രൂപൻ്റെ മീൻ പോലും പിടിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതിപ്പോൾ കാലകാലങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഒരേ സമയം വല വലിക്കാൻ 4 മുതൽ 8 പേർ വരെ ഉണ്ടാകും. 350 രൂപയും ചിലവുമാണ് ഇവരുടെ വേതനം. പ്രതിദിനം 2000 മുതൽ 4000 രൂപ വരെ ലഭിച്ചാലേ തൊഴിലാളികൾക്ക് വരുമാനമുണ്ടാകൂ. അതിൽ കൂടുതൽ തുക കിട്ടിയാലേ വല ഉടമയ്ക്ക് വരുമാനം ലഭിക്കുകയുള്ളൂ. മണിക്കൂറുകളോളം വലയിട്ടിട്ടും 1000 രൂപ പോലും ലഭിക്കാത്ത ദിനങ്ങളുണ്ടായിട്ടുണ്ടെന്നും തൊഴിലാളികൾ പറയുന്നു. ഞങ്ങൾക്ക് എന്തെങ്കിലും ഈ ചീനവലക്കാർക്ക് ഒരു ഗുണങ്ങളുമില്ല. ഒരു കാലഘട്ടങ്ങൾ എത്ര വർഷങ്ങളായി ആര് പഠിച്ചിട്ടും രക്ഷയില്ല. ആരെയും പറഞ്ഞ് നമുക്ക് കുറ്റം പറഞ്ഞില്ല, എല്ലാവരെയും കുറ്റം പറയൂല. ആര് പഠിച്ചിട്ടും ചീനവലക്കാർക്ക് ഒരു ഇതെന്തില്ല. അതാണ് ഇത്രയും നാൾ കോൺഗ്രസ് ഭരിക്കും, എന്നിട്ടും ഞങ്ങൾക്ക് ഭരിക്കാം. ഇപ്പോൾ LDF ഭരിക്കും, ഒരു രക്ഷയില്ല. ചീനവലക്കാർക്ക് ഒരു ഗതിയില്ല. അവനപ്പോഴും ഇതൊക്കെ തന്നെ. ഇപ്പം ഈ പാവനും കൂടി വന്നപ്പോൾ തീർന്ന് ഞങ്ങളുടെ. അല്ലാണ്ട് ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല. പോളപ്പായലുകൾ ഉറവിടത്തിൽ തന്നെ നശിപ്പിക്കുന്നതിനോ കായലുകളിൽ തടഞ്ഞു നിർത്തി നശിപ്പിക്കുന്നതിനോ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഒട്ടേറെ നിവേദനങ്ങൾ നൽകിയിട്ടും അധികൃതർ കണ്ടിൽ നിന്നടിക്കുകയാണെന്നാണ് ചീനവല തൊഴിലാളികൾ പറയുന്നു. ഇത്തരം സാഹചര്യം തുടരുന്നത് കൊച്ചിയുടെ മുഖമുദ്രയായ ചീനവലയെ തന്നെ ഇല്ലാതാക്കുമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് ടൂറിസത്തിന് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലുമുണ്ട്. പോളപ്പായൽ ശല്യം രൂക്ഷമായതോടെ ഫോർട്ട് കൊച്ചിയിലെ ചീനവല മത്സ്യബന്ധനം നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ്. പ്രതിദിന വരുമാനം നഷ്ടപ്പെട്ടതോടെ നിരവധി തൊഴിലാളികളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ പരിഹരിക്കാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യം ശക്തമാണ്. ക്യാമറമാൻ ബേസിൽ ചാക്കോയ്ക്കൊപ്പം അനീഷ് ദേവസ്യ, മൈഫിൻ TV, കൊച്ചി.